ദുബായിലെ വാർ അലേർട്ട്സ് വരുന്ന ആ ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. അതുവരെ മൈൻഡ് റിലാക്സ്ഡ് ആയിരുന്നു, പീസ്ഫുൾ ആയിരുന്നു. അബുദാബിയിൽ ഓൾറെഡി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അവിടുത്തെ സിറ്റുവേഷനൊക്കെ അന്വേഷിച്ചു, സേഫ് ആണോ എന്നൊക്കെ അന്വേഷിച്ചു. തിരിച്ച് വീട്ടിൽ റൂമിലെത്തുന്നതിന് കുറച്ച് മുന്നേ മൈൻഡ് ഒന്ന് ഡിസ്റ്റർബ്ഡ് ആയി. നാളത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയത്തില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു വാർ അലേർട്ട്സ് ഒക്കെ കേൾക്കുന്നത്. സോ ഒന്നും നോക്കിയില്ല, തൊട്ടടുത്തുള്ള ലുലുവിൽ ചാടി കയറി. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നിങ്ങനെ മനസ്സിലാലോചിച്ചു. അങ്ങനെ പെട്ടെന്ന് പായസം സെക്ഷനിൽ പോയി പായസത്തിൻ്റെ ഒരു കിറ്റിങ് എടുത്തു. എന്നിട്ട് സ്പീഡിൽ നേരെ ബില്ലും അടിച്ച് വീട്ടിൽ ഊട്ടി ചാടി കയറി. ചേച്ചി അച്ഛന്റെ കൈ കൊടുത്തിട്ട് വരാ, അമ്മയ്ക്ക് പായസം ഉണ്ടാക്കി തരാം കേട്ടാ. ഇതിനെയൊക്കെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് ഒരാളിവിടെ എനിക്ക് വേണ്ടിയിട്ട് പായസം റെഡിയാക്കി വെച്ചു. ഉണ്ണിച്ചേട്ടൻ ഇതാ പറയുന്നത്. ഞാൻ മനസ്സിൽ കണ്ടപ്പോൾ ഉണ്ണിച്ചേട്ടൻ മാനത്ത് കണ്ടത്. ഓക്കെ, ഇത് പാലട പായസം, മറ്റേത് സേമിയ പായസം. സേമിയ പായസം അല്ല, ഇതാണ് ആ സ്പെഷ്യലായിട്ട് ഞാൻ കഴിക്കാൻ ആഗ്രഹിച്ചത്. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് ആ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്നായിട്ട് വാങ്ങിയതാണ്. ഉണ്ണിച്ചേട്ടൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നേ. സത്യത്തിൽ ബോളിയും പായസവും ആ ഒരു കോംബോ അത് കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് ട്രിവാൻഡ്രത്ത് ഞാൻ പഠിച്ച ടൈമിലൊന്നും ഇങ്ങനെ ബോളിയോടൊരു ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ കല്യാണം കഴിച്ച ശേഷം ബോളി ഞാനും തമ്മിലൊരു പ്രണയം സ്റ്റാർട്ട് ചെയ്തു. ഇത് പറയുമ്പോൾ എനിക്ക് കൊതി വരും. എപ്പോഴൊക്കെ നാട്ടിൽ പോകുന്നു അപ്പോഴെല്ലാം നാട്ടിൽ നിന്ന് ബോളി മസ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കും. ദുബായിലും ബോളി കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷേ ഈ ബോളിയുടെ അടുത്ത് പോലും എത്തത്തില്ല. ഈ ബോളിയിൽ ഇത് മുറിക്കുമ്പം ചെറിയ പൊടി പോലൊക്കെ ഉണ്ട്. ഇതാണ് ആക്ച്വലി റിയൽ ബോളി. ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. ബോളി എടുത്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് പായസം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ്, അത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ മിസ് ചെയ്യും. എന്തായാലും കഴിച്ചു നോക്കണേ. ഇന്ന് ഇത്രയും സാറ്റിസ്ഫാക്ഷനോടുകൂടി ഇഷ്ടമുള്ള ഈ ഒരു കോംബോ കഴിച്ച് കിടക്കുമ്പോൾ ആഹാ സൂപ്പർ.